ക്രിസ്തുവേശുവിനെ എന്റെ നാമത്തില് ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മുടെ തലകളെ വണക്കി കർത്താവിന്റെ കൃപയ്ക്കായി യാചിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി തരുന്ന കർത്താവേ, അങ്ങയുടെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുക. ഇന്നത്തെ പകൽക്കാലം അങ്ങയുടെ തിരുവചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അടിയനെ മറ്റുമായും താഴ്ത്തി തരുന്ന കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ വചനത്തെ പ്രസ്താവിക്കുവാനും തിരുഹിത പ്രകാരം ഇതിനെ വ്യാഖ്യാനിക്കുവാനുമുള്ള കൃപ അടിയന്റെ മേൽ പകരണമേ. ഈ പരിശുദ്ധ വചനം കേൾക്കുന്നവരെ, ധ്യാനിക്കുന്നവരെ, ഹൃദയത്തിനുള്ളിൽ സ്വീകരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വരവിന് വേണ്ടി അവിടുത്തെ സഭയെ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുവാൻ ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ സ്വർഗം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ എല്ലാ പോരാട്ടങ്ങളെയും, തിന്മയുടെ ബലത്തെയും, അന്ധകാര ശക്തികളെയും, ഇരുളിൻ്റെ ആധിപത്യങ്ങളെയും, സ്വർലോകത്തിലും ഭൂലോകത്തിലും ആധിപത്യം ചെലുത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ടപ്രവൃത്തികളെയും, അന്ധകാരത്തിൻ്റെ വാഴ്ചകളെയും സ്വർഗത്തിനും ഭൂമിക്കും മേൽ അധികാരമുള്ള ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയിക്കുക. നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് ജയം നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിൽ നിന്നാണ്. 13th chapter of book of Revelation. മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള റിഡംറ്റീവ് പ്ലാൻ, രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് വളരെ വ്യക്തമായി, സുതാര്യമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാന്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ നടന്ന സംഭവങ്ങൾ. അതിനു മുമ്പായിട്ട് നമ്മൾ കണ്ടു, യെരുശലേമിൻ്റെ തെരുവീതിയിൽ 2 സാക്ഷികൾ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടു ശേഷം ഉള്ള സമയത്തോ ആകാം ആ 2 സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് എന്നൊക്കെയും കഴിഞ്ഞ ആഴ്ച കേൾക്കുവാൻ്റെ ഗുണമിടയായി. ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുമാറായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ 12-ാം അധ്യായത്തിൻ്റെ ഈ ആദ്യ ഭാഗത്ത് നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് അവിടെ വരേണ്ട ഭാഗമല്ല. കാരണം ഈ ഒരു അധ്യായം ക്രോണോളജിക്കൽ ഓർഡറിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത് കറക്റ്റാണ്. പക്ഷേ ഇതിനെ വചനത്തെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഭാഗം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ 1-2 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില പാസേജുകൾ താഴെ വരേണ്ടത് മുകളിൽ വന്നിട്ടുണ്ട്, മുകളിൽ വരേണ്ടത് താഴെ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് ക്രോണോളജിക്കൽ ഓർഡറിലല്ലെന്ന്. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ വായിച്ചിരിക്കുന്ന വേദഭാഗവും അങ്ങനെ തന്നെയാണ്. ഇത് കുറച്ച് താഴെ വരേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ, 3 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. അതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാക്യം പ്രതി വാക്യമായിട്ട് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ചിന്തകളിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാകാനായിട്ട് പാടില്ല. ഇത് ഇനി എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, സംഭവിച്ച കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധയോടെ ആ വാക്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുമാറായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ആരാണ് ഈ സ്ത്രീ? ഹൂ ഈസ് ദിസ് വുമൻ? അവിടെ എഴുതിയിരിക്കുന്നു, എ വുമൻ ക്ലോത്ത്ഡ് വിത്ത് ദ സൺ ആൻഡ് ദ മൂൺ അണ്ടർ ഹർ ഫീറ്റ്
and upon her head a crown of 12 stars. Who is this woman talking about? ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. റോമൻ കാത്തലിക് ചർച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റോമൻ കാത്തലിക് ചർച്ചും അങ്ങനെ അത്തരത്തിലുള്ള എപ്പിസ്കോപ്പൽ ചർച്ചുകളൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ എന്ന് പറയുന്നത് മേരിയാണെന്നാണ്, മറിയയാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. കാരണം അത് അടുത്തതായിട്ട് ഒരു ആൺകുട്ടി ഈ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് യേശു ക്രിസ്തു ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മറിയയാണ് അല്ലെങ്കിൽ മേരി ആണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരിക്കലും താഴേക്ക് വരുന്ന വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മറിയയാകാൻ സാധ്യതയല്ല, മറിയയല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, 6-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. And the woman fled into the wilderness where she had a place prepared of God, that they should feed her there 1260 days. അപ്പോൾ ഇത് മേരി ആണെന്നുണ്ടെങ്കിൽ മേരി മരുഭൂമിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ടോ? ഇല്ല. മേരി 1260 ദിവസം അല്ലെങ്കിൽ 3.5 വർഷക്കാലം മരുഭൂമിയിൽ മേരി പാർത്തതായിട്ട് വചനത്തിൽ എങ്ങും നമ്മളെ വായിക്കുന്നില്ല. അപ്പോൾ ഇതൊരിക്കലും മേരിയെക്കുറിച്ചല്ല പറയുന്നത്, മറിയയെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ രണ്ടാമതൊരു വ്യാഖ്യാനം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്നത് സഭയെക്കുറിച്ചാണ്. പുതിയ നിയമ സഭയെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നതാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. പുതിയ നിയമ സഭയാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതും ശരിയാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വേഴ്സ് 5-ൽ പറയുന്നു, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ ഈ സ്ത്രീ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 2-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് മിശിഹ സങ്കീർത്തനമാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ 8-9 വാക്യങ്ങൾ പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന പ്രവചന സാക്ഷ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മിശിഹ സങ്കീർത്തനത്തിൽ മശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് ഇരുമ്പുകോൽ കൊണ്ട് അവരെ നയിക്കുമെന്നും അവരെ ഭരിക്കുമെന്നുമുള്ള. നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ സഭയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നതെങ്കിൽ സഭ യേശു കർത്താവിനെ പ്രസവിച്ചു എന്ന് വരും. അതെങ്ങനെയാ വരുന്നത്? യേശു കർത്താവിന് ശേഷമല്ലേ സഭ വന്നത്? യേശു കർത്താവിന് മുമ്പല്ലല്ലോ സഭയുള്ളത്. അപ്പോൾ അതുമല്ല, ആ വ്യാഖ്യാനവും തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നെ ആരാണ് ഈ സ്ത്രീ? ഹൂ ഈസ് ദിസ് വുമൻ? അതിന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എഴുതിയിരിക്കുന്ന ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുമാറായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മറിയയെക്കുറിച്ചല്ല പറയുന്നതെന്ന് നമ്മൾ കേട്ടു, മനസ്സിലാക്കി. ഇത് സഭയെക്കുറിച്ചും അല്ല പറയുന്നതെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അവിടെ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ വിവരണം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ത്രീ സൂര്യനെ ധരിച്ചിരിക്കുന്നു, അവളുടെ കാൽ കീഴെ ചന്ദ്രനുണ്ട്, സൺ ആൻഡ് ദ മൂൺ, പ്ലസ് അവളുടെ തലയിൽ ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിൽ 12 സ്റ്റാർസ് ഉണ്ട്, 12 നക്ഷത്രങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ മറ്റൊരു ഭാഗത്ത് ഈ എക്സ്പ്ലനേഷൻ നമ്മളോട് പറയുന്നുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 37-ല് അവിടെ ജോസഫ് ഒരു ദർശനം കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 37-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ജോസഫ് ഒരു വിഷൻ കാണുന്ന, ഒരു ദർശനം കാണുന്നുണ്ട്. ആ ദർശനത്തിൽ ജോസഫ് കാണുന്നത് ഇങ്ങനെയാണ്: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതായിട്ട് ആ ദർശനത്തിൽ കാണുന്നു. എന്നിട്ട് അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. സൂര്യൻ എന്ന് പറയുന്നത് ആരാണ്? തൻ്റെ പിതാവായ യാക്കോബ്. ചന്ദ്രൻ എന്ന് പറയുന്നത് തൻ്റെ മാതാവ്. 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ 11 സഹോദരന്മാര്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇസ്രയേൽ മുഴുവനെയും കുറിച്ചാണ്. അപ്പനും അമ്മയും, ഇസ്രയേൽ പിതാവ്, മാതാവ്, ഇസ്രയേൽ ഗോത്രങ്ങൾ മുഴുവനും 11 പേരെ കുറിച്ചും, പിന്നെ ജോസഫിനെ കൂടെ കൂട്ടുമ്പോൾ അത് 12ആയി. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഇസ്രയേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാകും.
ഇവിടെ ഈ വചനം ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലാണ്. കാരണം ഈ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നോക്കുക മാത്രമല്ല, താഴേക്ക് വായിക്കുന്ന വചനങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് അത് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുന്നു. ആൺകുട്ടി ആരാണ്? ക്രിസ്തു. ക്രിസ്തു എവിടെ നിന്നാണ് വന്നത്? ഇസ്രയേലിൽ നിന്നാണ് വന്നത്, അല്ലേ? ക്രിസ്തുവിന്റെ മാതാപിതാക്കൾ ഇസ്രയേലിയരായിരുന്നു. അത് മാത്രമല്ല, അവൻ ഇസ്രയേലിയ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ വംശാവലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇസ്രയേലിലൂടെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത് ഇസ്രയേലിനെ കുറിച്ചാണ്. രണ്ടാമത്തെ വാക്യം എന്ന് നോക്കിയേ. ഓക്കെ, ഈ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പറയുമ്പോൾ മറ്റൊരർത്ഥം കൂടുണ്ട്. ഈ സ്ത്രീക്കുള്ള പ്രത്യേകത, അവൾ സൂര്യനെ അണിഞ്ഞിരിക്കുന്നുവെന്നും അവരുടെ കാൽക്കീഴെ ചന്ദ്രനുണ്ടെന്ന് പറഞ്ഞാൽ, സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പകൽ വാഴുവാൻ സൂര്യന്, രാത്രി വാഴുവാൻ ചന്ദ്രൻ. നമുക്കറിയാം, സൂര്യനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുമോ? അപ്പോൾ പകൽ സൂര്യൻ വാഴുന്നു, രാത്രി ചന്ദ്രൻ വാഴുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത് പകൽ സൂര്യനാണ്, രാത്രി ചന്ദ്രനാണ്. വെട്ടമില്ല എങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇതിന്റെ മകുടമായിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ മകുടമായിരിക്കുന്നത്, ഈ ഭൂമിയുടെ മകുടമായിരിക്കുന്നത് സൂര്യനും അതുപോലെ തന്നെ രാത്രിയിൽ ചന്ദ്രനുമായിട്ടാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. പകൽ വാഴുവാൻ, രാത്രി വാഴുവാൻ എന്നാ അർത്ഥം പറയുന്നത്, എന്നാ വചനം പറയുന്നത്. അതിന്റെ അർത്ഥം ഇതാണ് സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ മുദ്രയുള്ള ഒരു ജാതി, ദൈവം തലയായിരിക്കുന്ന ഒരു ജാതി, ദൈവം ഭർത്താവായിരിക്കുന്ന ഒരു ജാതി, ദൈവം നാഥനായിരിക്കുന്ന ഒരു ജാതി ഒന്ന് മാത്രമേ ഉള്ളൂ, ഇസ്രായേൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ഭൂമിയിൽ പ്രബലരായിരിക്കുന്ന പല സാമ്രാജ്യ ശക്തികൾ ഉണ്ടായിട്ടുണ്ട്, പല ഗോത്രങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം, പല രാജവംശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ തൻ്റെ സ്വന്തം ജനമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ആ സൂര്യന്റെയും ആ ചന്ദ്രന്റെയും അർത്ഥം അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ 12 എന്നുള്ളത് 12 ഗോത്രങ്ങളെ കുറിച്ച് കാണിക്കുന്നു. അപ്പോൾ ഇത് മുഴുവനും നോക്കുമ്പോൾ ആ സ്ത്രീയെ കുറിച്ച് പറയുന്നത് ആ സ്ത്രീ ഇസ്രയേലാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വിഷയം മനസ്സിലാകും. ദാറ്റ് വുമൻ ടോക്കിംഗ് അബൌട്ട് ഈസ് ഇസ്രയേൽ. രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അപ്പോൾ ഈ സ്ത്രീ ഗർഭിണിയാണ്, അവൾക്ക് നോവ് കിട്ടി, അവൾ വേദനപ്പെട്ട് നിലവിളിക്കുകയാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ആൻഡ് ഷീ ബീയിങ് വിത്ത് ചൈൽഡ് ക്രൈഡ് ട്രാവലിംഗ് ഇൻ ബർത്ത് ആൻഡ് പെയിന്റഡ് ടു ബി ഡെലിവേർഡ്. ഒരു വലിയ സ്ട്രഗിളിലൂടെ ഈ സ്ത്രീ കടന്നു പോകുന്നതായിട്ട് അവിടെ കാണുന്നത്, ആൺകുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വലിയ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഈ സ്ത്രീ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ വാക്യത്തിൽ നിന്ന്. ആക്ച്വലി യേശു കർത്താവ്, ദൈവത്തിന്റെ മശിഹ, ഈ മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം രക്ഷാ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുള്ളതായിട്ട് വചനത്തിൽ പറയുന്നുണ്ടോ സഹോദരങ്ങളെ? ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, മശിഹ ഈ ഭൂമിയിൽ വരാതിരിക്കുവാൻ തക്കവണ്ണം ശത്രുവാകുന്ന പിശാച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെന്നറിയാമോ? ഞാൻ അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് അതിലേക്കൊന്ന് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-ാമത്തെ വാക്യം നോക്കിയേ. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണുമാറായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ഈ പറയുന്ന മഹാസർപ്പം ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പിശാചിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി, അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ എക്സ്പ്ലനേഷൻസ് ഒന്ന് നോക്കിയേ. 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടിയുമായുള്ള തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഈ സർപ്പത്തിന്റെ നിറം തീയാണ്, അല്ലെങ്കിൽ രക്തതുല്യമായ നിറമാണുള്ളത്. ഈ രക്തത്തെ കുറിച്ച് കാണിക്കുന്നത് വചനത്തിൽ എപ്പോഴും ബ്ലഡ് ഷെഡിനെ കുറിച്ച്, രക്തം ചൊരിച്ചിലിനെ കുറിച്ച് ആ ചുവപ്പ് കാണിക്കുന്നത്. അപ്പോൾ രക്തദാഹിയായിരിക്കുന്ന പിശാചിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
വലിയ പ്രശ്നങ്ങൾ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. യുദ്ധങ്ങൾക്ക് പിന്നാലെ വലിയ രക്തച്ചൊരിച്ചിലിലൂടെ ആധിപത്യം എടുക്കുവാനും, രക്തച്ചൊരിച്ചിലിലൂടെ ഭയപ്പെടുത്തുവാനും, രക്തച്ചൊരിച്ചിലിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുവാനും തക്കവണ്ണമാണ് പിശാച് തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും, അങ്ങനൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നു. എന്താണ് ഈ 7 തല? 7 തലയും ആ തലയിൽ 7 കിരീടവും അല്ലെങ്കിൽ 7 രാജമുടിയും എന്ന് പറയുന്നത് പ്രബലരായിരിക്കുന്ന 7 രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞു നടക്കുന്ന സംഭവമാണ് ഇനി താഴേക്ക് പറയുവാനായിട്ട് പോകുന്നത്. അവിടെ പ്രബലമായിരിക്കുന്ന ശത്രുവിൻ്റെതായ വലിയ ഒരു ശക്തി, ഒരു ആധിപത്യം അവിടെ ഉണ്ടാകുവാൻ പോവുകയാണ് ഇസ്രയേലിനെതിരെ. ഇസ്രയേലിനെതിരെ അങ്ങനെ വരുമ്പോൾ 7 രാജ്യങ്ങൾ, വളരെ പ്രബലമായിരിക്കുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിൽ അധികാരത്തിൽ ബലമുള്ള 7 രാജ്യങ്ങൾ ഒന്നിച്ചു കൂടി നിൽക്കും. അവൻ 7 തല, 7 തലയിൽ 7 രാജമുടി, 10 കൊമ്പ്. 10 കൊമ്പ് കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അധികാരത്തെയാണ് കാണിക്കുന്നത്, പ്രബലമായ ഒരു ശക്തിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പിശാച് 7 രാജ്യങ്ങളെ അല്ലെങ്കിൽ 7 ഗവൺമെന്റുകളെ, 7 ദേശങ്ങളെ സ്വാധീനിച്ച് അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്രയേലിനെതിരെ പോരാടുകയാണ്. ഇസ്രായേലിനെതിരെ പോരാടുന്നതായിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ വാക്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്കെതിരെ അവൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിയെ തിന്നുകളയുവാൻ തക്കവണ്ണം ഈ സർപ്പം വരുന്നതായിട്ട് കാണുന്നു. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ കുട്ടി ഒരിക്കലും ജനിക്കാതിരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ ലോകത്തെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം, രക്ഷയിലേക്ക് നയിക്കാതിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ രക്ഷാ പദ്ധതി ഈ ഭൂമിയിൽ നടക്കാതിരിക്കുവാൻ തക്കവണ്ണം മുന്നമേ മുതൽ തന്നെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പിശാചിനാൽ ഹവ്വ വഞ്ചിക്കപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ശാപം അവിടെ അവരുടെ മേൽ വരുന്നതായിട്ട് കാണുവാൻ കഴിയും. ആദമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, ആദമിനോടും ഹവ്വയോടും ഈ മഹാസർപ്പമാകുന്ന പിശാചിനോടും ദൈവം ശാപവാക്കുകൾ പറയുന്നുണ്ട്. അതിനകത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കണം. അവിടെ ഞാൻ പോകുന്നില്ല, ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട്. അവിടെ പറയുന്നത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, സർപ്പത്തോട് പറഞ്ഞത്, സെർപ്പന്റിനോട് പറഞ്ഞത്, ദി സീഡ് ഓഫ് വുമൻ വിൽ ക്രഷ് യുവർ ഹെഡ്, നിന്റെ തലയെ സീഡ് ഓഫ് വുമൻ തകർക്കുമെന്ന്. അപ്പോൾ പിശാചിന് വളരെ വ്യക്തമായിട്ട് അറിയാം, തന്റെ തലയെ തകർക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീയിൽ നിന്ന് ഒരുവൻ വരാൻ പോകുന്നു. തന്റെ തലയെ തകർക്കുവാൻ തക്കവണ്ണം, തന്നെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം, തന്റെ സാമ്രാജ്യത്തിനെതിരെ നിൽക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീയിൽ നിന്ന് ഒരുവൻ വരുവാൻ പോകുന്നു എന്നുള്ളത് പിശാചിന് അന്ന് മുതൽ തന്നെ അറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ കുട്ടി വരാതിരിക്കാൻ തക്കവണ്ണം, ഈ മകൻ ജനിക്കാതിരിക്കാൻ തക്കവണ്ണം, തന്നെ തകർക്കുവാൻ പോകുന്നവൻ വരാതിരിക്കാൻ തക്കവണ്ണം എല്ലാ വഴികളിലും ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ പിശാച് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഇവിടെ മനസ്സിലാക്കേണ്ടത് അതാണ്. ഞാൻ ദൈവവചനത്തിലൂടെ പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ച് പോയിട്ട് നിങ്ങളോട് അതിന്റെ സീരിയസ്നെസ് ഒന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക സഹോദരങ്ങളെ. ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നോക്കിക്കേ. നമുക്കറിയാം ആദമാണ് ആദ്യം ഉണ്ടായ മനുഷ്യൻ. ആദമിൽ നിന്ന് വരുമ്പോൾ ആദമിന്റെ ഒരു മകനിലൂടെ ആയിരിക്കണം യേശു കർത്താവ് വരേണ്ടത്, പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വരേണ്ടത്. അപ്പോൾ ആ മക്കളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യേശു കർത്താവ് വരാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു ശത്രു ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ജനസിസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കായീനെ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഹാബേലിനെ കൊല്ലുവാൻ തക്കവണ്ണം അവനെ നയിച്ചു. അങ്ങനെ ഹാബേലിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ പിന്നെ കായീൻ മാത്രമേ ഉള്ളൂ. കായീന് എവിടേക്കെങ്കിലും ദൈവത്തെ ഭയന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളെ വിട്ടിട്ട് എവിടെയെങ്കിലും ഓടിപ്പോകും, പിന്നെ ആരും ഇല്ലല്ലോ. പക്ഷെ നമുക്കറിയാൻ പറ്റും, പിശാചിന്റെ ആ പദ്ധതിയെ തകർത്തിട്ടാണ് ആദമിന് ദൈവം 3-ാമതൊരു മകനെ കൊടുത്തു, സേത്തിനെ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സേത്ത് ദൈവഭയമുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ, Satan let the godly line to mix with the ungodly. മുന്നോട്ടുള്ള കാലഘട്ടത്തിലേക്ക്, നോഹയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ ഭയപ്പെടാത്ത ഒരു ജനത്തെ ഈ ഭൂമിയിൽ അവൻ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ദൈവ ഭയം മനുഷ്യന്റെ മധ്യത്തിൽ നിന്ന് മാറ്റി. സേത്തിന്റെ കാലഘട്ടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു.
ഒരു 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 വംശമുണ്ടായിരുന്നു. എന്നാൽ നോഹയുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അധർമ്മം കൊണ്ട് നിറഞ്ഞു, പാപം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ജനം ഭോഷത്വം പ്രവർത്തിച്ച് അശുദ്ധിയിലേക്ക് വന്നിട്ട് ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയാകുമാറ്, മുന്നോട്ടൊരു മനുഷ്യനെ ശേഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കാതെ ദൈവകോപം അവരുടെ മേൽ വരുവാൻ തക്കവണ്ണം പിശാച് കാരണമുണ്ടാക്കി. നമുക്കറിയാം, ദൈവം തീരുമാനിച്ചു എന്താണെന്നറിയാമോ? മനുഷ്യനെ മുഴുവനുമായി നശിപ്പിക്കുവാൻ തക്കവണ്ണം. മനുഷ്യനെ പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മശിഹ വരത്തില്ലല്ലോ, നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയും. പക്ഷേ അതിന്റെ മധ്യത്തിൽ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? നോഹ എന്ന് പറഞ്ഞ ഒരാളെ എഴുന്നേൽപ്പിച്ചു. മനുഷ്യൻ പൂർണ്ണമായി ഭൂമിയിൽ ഇല്ലാതാകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നോഹ എന്ന് പറഞ്ഞ ഒരാളെ അവിടെ ശേഷിപ്പിച്ചു. അത് ജനസിസ് 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നോക്കിക്കേ, Satan led Esau to threaten to kill his brother Jacob. നമുക്കറിയാം, ഏശാവിനെയും യാക്കോബിനെയും തമ്മിൽ ശത്രുക്കളാക്കി. എന്തിനാ? അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കഴിഞ്ഞാൽ പിന്നെ യാക്കോബിലൂടെ ഒരു ജനം ഉണ്ടാകത്തില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കി എവിടെയാ സംഭവിക്കുന്നതെന്ന്. എന്നാൽ അവിടെയും യാക്കോബിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്തു. നമുക്കറിയാം, യാക്കോബിലൂടെയാണ് 12 ഗോത്രപിതാക്കന്മാർ വന്നത്, പിന്നെ ഇസ്രായേൽ വന്നു. അതിൽ നിന്നാണ്, യഹൂദയിൽ നിന്ന് യേശു കർത്താവ് ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ഓർത്ത് നോക്കിയേ, യാക്കോബിനെ ഏശാവ് കൊന്നു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ലൈൻ ഉണ്ടാകുവാൻ പാടില്ല, ഒരിക്കലും മെശിഹ വരുവാൻ തക്കവണ്ണം പാടില്ല. ഞാൻ ആ മഹാസർപ്പത്തിന്റെ ഈ സ്ത്രീയോടുള്ള വൈരാഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തനിക്കെതിരെ ജനിക്കുവാൻ പോകുന്ന മെസ്സിഹായിക്ക് എതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് ഞാൻ വാക്യങ്ങൾ ഈ ദൈവവചനത്തിലൂടെ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. അങ്ങനെ യാക്കോബിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് ജനസിസ് 27 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? Satan led Pharaoh to attempt to kill the male babies of Israel, but God saved Moses. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഫറവോയ്ക്കുള്ളിലേക്ക് പിശാച് കടന്നിട്ട് ഇസ്രായേലിലുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ തക്കവണ്ണം ഒരു നിയമം ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താ? മോശയുമായി ബന്ധപ്പെട്ട്. കാരണം ഇസ്രായേലിനെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന ഒരു മനുഷ്യനാണ് മോശ. എന്നാൽ ആ മോശയെ കൊന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്നും ആധിപത്യത്തിൽ കിടക്കും. ആരുടെ അടിമത്വത്തിൽ കിടക്കും? ആരുടെ അടിമത്വത്തിൽ? ഫറവോന്റെ അടിമത്വത്തിൽ കിടക്കും. അവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നില്ല എങ്കിൽ, അവർ രാഷ്ട്രമായി തീർന്നില്ല എങ്കിൽ, ഒരിക്കലും തന്റെ പുത്രനായ ക്രിസ്തു അല്ലെങ്കിൽ മശിഹ ഈ ഭൂമിയിലേക്ക് വരത്തില്ല എന്ന് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ഫറവോന്റെ ഉള്ളിലേക്ക് കടന്നു. നമുക്കറിയാം, ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഫറവോൻ അവരോട് പോകാൻ പറഞ്ഞിട്ട് പിന്നെ അവന് വീണ്ടും മനസ്സിലേക്ക് പിശാച് ചിന്ത കൊണ്ടുവന്നിട്ട് അവൻ ജനത്തിന്റെ പിന്നാലെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചെങ്കടലിലേക്ക് വരുന്നതും പിന്നെ ചെങ്കടൽ പിളർന്ന് അവരെ വിഴുങ്ങുന്ന ഭാഗത്തെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതൊക്കെ കാണിക്കുന്നത് പിശാച് എത്ര ക്രൂരതയോടെ, എത്ര പ്രക്ഷുബ്ധമായി ദൈവത്തിന്റെ ജനത്തിന്റെ പിന്നാലെ വരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ഗോത്രപിതാവായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ദാവീദിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, ആ ലൈനേജ് സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം ശൗലിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ശൗലിലൂടെ ദാവീദ് മരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ മറ്റു മക്കളെ കൊണ്ട് സ്വന്തം അപ്പനായ ദാവീദിനെ കൊല്ലിക്കുവാനായിട്ട്, അബ്ശലോമിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ദാവീദിനെ കൊല്ലുവാനായിട്ട് പലതവണ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം, ക്രിസ്തു വരേണ്ട ലൈനേജ് ക്ലിയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ദാവീദിനൊരു മകനെ ശേഷിപ്പിച്ച് അതിലൂടെ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയും. പിന്നെ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ യഹോരാമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ യഹോരാമിന് മക്കളെ കൊടുക്കുന്നതായിട്ട് 2 ക്രോണിക്കിൾസ് 21-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് പിന്നെ മുന്നോട്ട് വരുമ്പോൾ അഹസ്യാവിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ജേഹൂനെ എഴുന്നേൽപ്പിച്ചിട്ട് അഹസ്യാവിനെ കൊല്ലുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ പിന്നെ ഗോഡ് ലെറ്റ് ദ വൈഫ് ഓഫ് ദ ഹൈ പ്രീസ്റ്റ് ടു സേവ് ദ സ്മോൾ ബേബി ജോവാഷിനെ രക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്കൊരു കഥ പോലെയാ തോന്നുന്നത്. പക്ഷെ സൂക്ഷിക്കണം, ചിന്തിക്കണം. ഈ ഓരോരുത്തരെയും ദൈവം പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഫൈനലി യേശു കർത്താവ് വന്നത്. അവിടെ ദാറ്റ് ഈസ് അവർ പോയിന്റ്. മുമ്പേ നമ്മൾ കേട്ടല്ലോ,
ഈ ആൺകുട്ടിയെ പ്രസവിക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീ നോവ് കിട്ടി നിലവിളിക്കുന്നതായിട്ടുള്ള വചനഭാഗം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു. ആ നോവ് കിട്ടി നിലവിളിക്കുകയാണ്. ഇസ്രായേൽ തന്റെ രക്ഷകൻ തന്നിലൂടെ വരുവാൻ തക്കവണ്ണം കാലഘട്ടങ്ങളിലൂടെ നോവ് കിട്ടി നിലവിളിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഞെരുങ്ങുന്ന ഭാഗങ്ങളാണ്. അവിടെയൊക്കെയും ദൈവം അവളെ സഹായിക്കുന്നു. കാരണം തന്റെ പുത്രന്റെ വരവിലേക്ക് അങ്ങനെ ജോഷിനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 കിങ്സ് 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തില്. പിന്നെ നമുക്കറിയാം എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരെ മുഴുവനും കൊല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു ഡിക്രി, ഒരു നിയമം പുറപ്പെടുവിക്കുവാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നത്തെ രാത്രി, തലേദിവസം രാത്രി നമുക്കറിയാം അഹശ്വേരോശ് രാജാവിന്റെ ഉറക്കം കെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും, അല്ലെ? നമുക്കറിയാം എസ്തേർ വരുന്നതും അങ്ങനെ മൊർദെഖായിയെ കൊല്ലാതെ മൊർദെഖായിയെ ദൈവം രക്ഷിച്ചിട്ട് മൊർദെഖായിലൂടെ തന്നെ യഹൂദന്മാരെ വിടുവിക്കുന്നതായിട്ട്, ഇസ്രായേലിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹേരോദാവ് യേശു കർത്താവിനെ കൊല്ലുന്നതിന് വേണ്ടി ഹേരോദാവ് എന്ത് ചെയ്യുന്നറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊല്ലുവാൻ തക്കവണ്ണം ഒരു നിയമം പുറപ്പെടുവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. അവിടെയും യേശു കർത്താവിനെയും കൊണ്ട് ജോസഫ് ദൈവത്തിന്റെ വാണിങ്ങില്, ദൈവത്തിന്റെ മുന്നറിയിപ്പ് കാരണം ജോസഫ് യേശു കർത്താവിനെ കൊണ്ട് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിസ്രൈമിലേക്ക് ഓടി രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ യേശു കർത്താവിനെ ടെംപ്റ്റ് ചെയ്യുന്നതായിട്ട്, പിശാച് യേശു കർത്താവിനെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ലും ലൂക്കോസിന് വിശേഷം 4-ാം അധ്യായത്തിലും കാണാൻ കഴിയും, അല്ലേ? ചിന്തിച്ചു നോക്കിയേ, തന്റെ പദ്ധതികളൊന്നും ഈ കാലഘട്ടങ്ങളിൽ ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടിട്ട് അവസാനം യേശു കർത്താവിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം പിശാച് യേശുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, നസ്രയത്തിലുള്ള ജനത്തിന്റെ ഉള്ളിലേക്ക് പിശാച് കയറിയിട്ട് ലൂക്കോസിന് വിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. വലിയൊരു മലമേൽ കൊണ്ടുപോയിട്ട് ക്ലിഫിൽ കൊണ്ടുപോയിട്ട് മുനമ്പിൽ കൊണ്ടുപോയിട്ട് യേശു കർത്താവിനെ പട്ടണത്തിൽ നിന്ന് തള്ളി താഴെ ഇടുവാനായിട്ട് ആ ജനം ശ്രമിച്ചു. അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചതാരാണ്? പിശാച്. എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ ഇല്ലാതാക്കണം, എങ്ങനെയെങ്കിലും യേശുവിനെ ഇല്ലാതാക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Satan lead the religionists to hate Jesus and to plot his death time and നമുക്കറിയാം അവിടുത്തെ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും ഉള്ളിലേക്ക് പിശാച് പ്രവർത്തിച്ചിട്ട് യേശു കർത്താവിനെതിരെ അവരെ ശത്രുക്കളാക്കി മാറ്റി. അവരെ രക്ഷിക്കുവാൻ വന്ന മെസ്സിഹയാണ് യേശു. പക്ഷേ ആ മെസ്സിഹയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയാതെ അവരുടെ കണ്ണുകളെ കുരുടാക്കി യേശുവിന് ശത്രുക്കളാക്കി മാറ്റി. അന്നത്തെ റിലീജിയസ് ഹെഡ്സിനെ, റിലീജിയസ് അതോറിറ്റിയെ, അതും യേശു കർത്താവിനെ കൊല്ലുവാൻ തക്കവണ്ണം പിശാച് ഒരുക്കിയ മുഖാന്തരമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഫൈനലി Satan led the world to put Jesus on the cross and to kill him, but God raised Jesus from the dead. അവസാനം എന്ത് പറ്റി? ലോകം മുഴുവനും കൂടെ ചേർന്ന്, അധികാരവൃന്ദങ്ങൾ ചേർന്ന്, അതുപോലെ തന്നെ മതപുരോഹിതന്മാർ ചേർന്ന് വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിച്ചു. പിശാച് കരുതി അതോടുകൂടി എല്ലാം തീർന്നെന്ന്. പക്ഷെ 3-ാം ദിവസം സ്വർഗത്തിലെ നമ്മുടെ ദൈവം യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കത്തിൽ ജനസിസ് മുതൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് യേശു കർത്താവിനെതിരെ പിശാച് നിന്നത്, വാഗ്ദത്ത സന്തതിയായ മെസ്സിഹയ്ക്കെതിരെ പിശാച് എങ്ങനെ എവിടെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഓരോ ഇടത്തും അവൻ ആ ലൈനേജ് അല്ലെങ്കിൽ ആ വംശത്തിന്റെ പാരമ്പര്യം മുറിക്കുവാനായിട്ട് അവൻ ശ്രമിച്ചു, ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചു. അവിടെയൊക്കെയും ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെതായ പ്രൊട്ടക്ഷൻ അതാത് വ്യക്തികളെ അതാത് കാലഘട്ടങ്ങളിൽ അതാത് ദേശങ്ങളിൽ ദൈവം സൂക്ഷിച്ചത് കൊണ്ട് ഫൈനലി യേശു കർത്താവ് വന്നു ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. ഇനി വെളിപാട് പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണുമാറായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതിയിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലല്ല, ആ സീരിയൽ വേയിലല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വായിക്കുന്ന ഭാഗം പണ്ടേ നടന്ന, ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ മുമ്പിൽ നടന്ന, ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പ് ഏതോ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. നമുക്കറിയാം, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ഒരു ഉത്തമ ദൂതനായിരുന്ന ലൂസിഫറിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ ലൂസിഫർ ദൈവത്തിനെതിരെ, നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം
അതുപോലെ എസെക്കിയേൽ 28 അധ്യായത്തിലൊക്കെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ 14:12 മുതൽ, അതുപോലെ 28:12 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെ ലൂസിഫർ ദൈവത്തിനെതിരെ നിന്നു, ദൈവത്തിനെതിരായിട്ട് നിന്നു. ദൈവത്തിന്റെ അവിടെ നമ്മൾ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല വായിക്കുവാനായിട്ട്, കാരണം നമ്മുടെ സമയം ഒത്തിരി എടുക്കുന്നത് കൊണ്ട്. അവിടെ ദൈവത്തിനെതിരെ ലൂസിഫർ വരുന്നതായിട്ട് കാണുന്നു. പക്ഷേ ലൂസിഫറിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് കാണുന്നു. ആ ലൂസിഫറിനെ കുറിച്ച്, അതായി മഹാസർപ്പം, ഈ സൈറ്റൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ദൈവസന്നിധിയിൽ നിന്ന് അവൻ തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം അവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ, അവൻ മൂന്നിലൊന്നിനെ, നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ ദൂതന്മാരിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, അവനോട് ചേർന്ന് മൂന്നിലൊന്ന് ദൂതന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് അവന് സ്വർഗം വിട്ടത് എന്ന് പറഞ്ഞാൽ, അവൻ ചെയ്ത ക്രൂരതയ്ക്ക്, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ അവൻ മത്സരിച്ചപ്പോൾ അവനോട് പക്ഷം ചേർന്ന് നിന്ന് മൂന്നിലൊന്ന് ദൂതന്മാർ, അത് എത്ര ലക്ഷമാണെന്നൊന്നും നമുക്കറിയില്ല. വി ഡോണ്ട് നോ ഹൗ മെനി ആർ ഇൻ നമ്പർ. അവരെത്ര പേരാണ് എണ്ണത്തിലൊന്നും നമുക്കറിയത്തില്ല. ദേ ക്യാൻ ബി മില്യൺസ് ഓഫ് ഏഞ്ചൽസ്, വി ഡോണ്ട് നോ ദാറ്റ്. പക്ഷെ ഒന്നുണ്ട്, ദൈവത്തിന്റെ പക്ഷത്ത് 2/3 2/3 ദൈവത്തിന്റെ പക്ഷത്തുണ്ട്, 1/3 ആണ് ഈ പിശാചിനോട് ചേർന്ന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഈ ദൂതന്മാരെ വിളിക്കുന്നതാണ് ഡീമൺസ്. സൈറ്റനും ഡീമൺസും. ഒത്തിരി സാത്താന്മാരില്ല, സൈറ്റൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഹി ഈസ് ദ ഹെഡ്. അതിന് ഓപ്പോസിറ്റ് ഉള്ളത് ദൈവം. ദൈവം ഒരുവൻ മാത്രമാണ്. അതിന് ദൈവത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് സൈറ്റൻ. ബാക്കിയുള്ളതെല്ലാം സൈറ്റന്റെ ഡീമൺസ് ആണ്. സൈറ്റന്റെ പവറിൽ സൈറ്റനെ ഫോളോ ചെയ്യുന്ന ഡീമൺസ് ആണ്. അപ്പോൾ ആ ഡീമൺസ് വന്നതാണ് ഇവിടെ പറയുന്നത്. മൂന്നിലൊന്നിനെ തന്റെ വാൽ കൊണ്ട്, അല്ലെങ്കിൽ താൻ ചുറ്റി അവരെ അവൻ തന്റെ കൂടെ താഴേക്ക് കൊണ്ടുവന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന് മുമ്പിലുള്ള സംഭവമാണ്. അതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ചരിത്രം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്. ഇതിനി നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇത് ഓൾറെഡി നടന്ന കാര്യമാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. നമുക്കറിയാം, സ്ത്രീ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രയേലിൽ നിന്നും യേശു കർത്താവ് ഭൂജാതനായി. യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്താ സംഭവിച്ചത്? മുമ്പേ വായിച്ചതുപോലെ ഹേരോദാവിന്റെ ഉള്ളിലേക്ക് പിശാച് കടന്നിട്ട് ഈ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു ഡിക്രി, ഒരു നിയമം പുറപ്പെടുവിച്ചു. നമുക്കറിയാം, അതിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് ജോസഫിനെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടും അമ്മയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നിട്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും സഹോദരങ്ങളെ. അപ്പൊ ഇവിടെ ഈ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടി സാത്താൻ അവിടെ നിൽക്കുകയാണ്. അതാ അവിടെ എഴുതിയിരിക്കുന്നത്. അവളുടെ മുമ്പിൽ നിന്നും 5-ാമത്തെ വാക്യം നോക്കി, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആരാണ് ഈ ആൺകുട്ടി? നമ്മളിപ്പോൾ മുമ്പേ കേട്ടതുപോലെ ആരാണ് ഈ ആൺകുട്ടി എന്ന് ചോദിച്ചാൽ, മിശിഹാ സങ്കീർത്തനമാകുന്ന 2-ാമത്തെ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ 8-9 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. നാം വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അങ്ങനെ ആ വചനം താഴേക്ക് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അതുമല്ല, കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഗോയിങ് ഫോർവേഡ് മുന്നോട്ട് പോകുമ്പോൾ, റെവലേഷൻ 19-ൽ കർത്താവിന്റെ 2-ാമത്തെ വരവിൽ കാണുന്ന കൂട്ടത്തിൽ താഴേക്ക് വന്ന് 15-ാമത്തെ വാക്യത്തിൽ ഇരുമ്പുകോൽ കൊണ്ട് അവൻ അവരെ മേയിക്കുമെന്നുള്ള വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ തുയാതൈര സഭയ്ക്ക് എഴുതുന്ന ദൂതിന്റെ അവസാന ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട് ഇതേ വാക്ക് തന്നെ. ഇരുമ്പുകോൽ കൊണ്ട് അവൻ ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കുമെന്നുള്ളത് അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദിസ് ഈസ് ഓൾ ടോക്കിംഗ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ യേശു കർത്താവ് ജനിച്ചു എന്നാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ സ്ത്രീ യേശു കർത്താവിന്, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലിലൂടെ യേശു കർത്താവ് ജനിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത വാക്യം പറയുന്നത് നോക്കിയേ, കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ പെട്ടെന്ന് പറയുമ്പോൾ ജനിച്ചു വീണ് ഉടനെ പോയി എന്നുള്ളതല്ല, അതിന് പിന്നിലൊരു കാലഘട്ടമുണ്ട്. എപ്പോഴും നമുക്കറിയാം, 33 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, അല്ലേ? അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തു. രക്ഷാ പദ്ധതി, റിഡംറ്റീവ് പ്ലാൻസ് ഫുൾഫിൽ ചെയ്തു, പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു.
തൻ്റെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചതിന് ശേഷം ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 9 മുതൽ 11 വരെയുള്ള 3 വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്ത വാക്യം നോക്കി, 6-ാമത്തെ വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ എന്താണെന്നറിയാമോ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ആ മഹോപദ്രവ കാലഘട്ടമാകുന്ന 7 വർഷത്തിന്റെ മധ്യഭാഗത്ത് ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ, നമുക്കറിയാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് വേഴ്സ് 27 പറയുന്നുണ്ട്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ആന്റി ക്രൈസ്റ്റ്. അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്, അവൻ ആദ്യം ഇസ്രായേലിന്റെ മുമ്പിലേക്ക് വരുന്നത് അവരുടെ രക്ഷകന്റെ രൂപത്തിലാണ്, മെസ്സിയയുടെ രൂപത്തിലാണ് വരുന്നത്. എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആദ്യത്തെ 3.5 വർഷക്കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, താൻ തന്നെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആലയത്തിന്റെ അകത്തേക്ക് കടന്നു വരും. എല്ലാവരും തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ മുമ്പിൽ വരിക മാത്രമല്ല, ദാനിയേൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാ യാഗങ്ങളും അവൻ നിർത്തലാക്കും. യാഗങ്ങൾ നിർത്തലാക്കി കഴിയും. അപ്പോൾ അവൻ ആ അന്തിക്രിസ്തുവിന്റെ ആധിപത്യം ആരംഭിക്കും. അവന്റെ ദുഷ്ടത വെളിപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ ഇസ്രായേലിന് മനസ്സിലാകും, ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെയാണ് ഇസ്രായേലിനെതിരായിട്ട് അവൻ ശത്രുവായി തീരുന്നത്. ഇത് തന്നെയാണ് തന്റെ വരവിനോട് അടുപ്പിച്ച് തന്റെ 2-ാമത്തെ വരവുമായി ബന്ധപ്പെട്ട് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വാണിംഗ് തരുന്നത്. മാത്യു ചാപ്റ്റർ 24 ഒന്ന് വായിച്ചു നോക്കാമല്ലോ. ഞാൻ പെട്ടെന്ന്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ചിന്തിക്കുകയാണ്. മാത്യു ചാപ്റ്റർ 24 വരുമ്പോൾ 15-ാമത്തെ വാക്യം നോക്കി. എന്നാൽ ഇത് യേശു കർത്താവ് പറയുന്നത് തന്റെ വരവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. 2-ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നതിന് കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, ദാനിയേൽ പ്രവാചകൻ എവിടെയാണ് അരുളി ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. 9-ാം അധ്യായം താഴേക്ക് വായിക്കും. ബുക്ക് ഓഫ് ഡാനിയേൽ 9-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിച്ചു വന്ന് പ്രത്യേകിച്ച് വേഴ്സ് 27 വരുമ്പോൾ അതാണ് ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ശ്രദ്ധിക്കണമേ, ഇത് ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ അന്തിക്രിസ്തു തന്റെ യഥാർത്ഥ സ്വരൂപം വെളിപ്പെടുത്തുകയാണ്. എല്ലാവരും തന്നെ ആരാധിക്കണമെന്ന്, ലോകത്തിന്റെ മുഴുവൻ ദൈവമായി താൻ തീരുകയാണെന്ന്. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് നമ്മൾ 10-11 അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചു. ഇനി സൃഷ്ടിക്കുവാൻ, ഇനി പണിയപ്പെടുവാൻ പോകുന്ന ദേവാലയത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയി സമയം എടുക്കുന്നില്ല. അവിടെ നടക്കുവാൻ പോകുന്ന യാഗങ്ങളൊക്കെ നിർത്തലാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇങ്ങനൊരു സംഭവം സംഭവിക്കുമ്പോൾ, ഇസ്രായേലിന്റെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആദ്യത്തെ 3.5 വർഷക്കാലം കഴിഞ്ഞ് 2-ാമത്തെ 3.5 വർഷം തുടങ്ങുന്ന സമയത്ത് ഇത് സംഭവിക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇത് വായിക്കുന്നവൻ മനസ്സിലാക്കണമെന്ന് കർത്താവ് പറഞ്ഞ വാക്യങ്ങളെ ശ്രദ്ധിക്കുന്നവൻ മനസ്സിലാക്കിക്കൊള്ളണം. എന്താ സംഭവിക്കുന്നത്? അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇവിടെ വായിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിപ്പോ വായിച്ചു എന്തോന്നറിയാമോ? സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്ത്രീ എന്ന് പറഞ്ഞ ഇസ്രായേൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അത് തന്നെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവർ വസ്ത്രമെടുക്കുവാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കുവിൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. മഹോപദ്രവത്തെ കുറിച്ചാണ് പറയുന്നത്. വലിയൊരു കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. എന്നിട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ജനം മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് അവിടെ കർത്താവ് മുന്നമേ പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ ഉപദ്രവം, ഈ അന്തിക്രിസ്തുവിന്റെ ഉപദ്രവം ശക്തമായി തീർന്നപ്പോൾ, പീഡനം ശക്തമായി തീർന്നപ്പോൾ
രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇസ്രായേല് ഓടിപ്പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചരിത്രകാരന്മാർ പറയുന്നത്, തിയോളജിയൻസ് പറയുന്നത്, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ജോർദാൻ. ജോർദാനിൽ ഒരു അറിയപ്പെടുന്ന മരുഭൂമിയുണ്ട്, ഈന്തപ്പനകളൊക്കെ ഒത്തിരി ഉള്ള ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ പേരാണ് പെട്ര. പെട്ര എന്ന് പറഞ്ഞൊരു സ്ഥലം ഇപ്പോഴുമുണ്ട്. ആ സ്ഥലം അവിടെ സിറ്റി ഓഫ് പെട്ര എന്നാണ് പറയുന്നത്. ഈ പെട്രയിലേക്കാണ് ഓടിപ്പോക്ക് നടക്കാൻ പോകുന്നതെന്ന് സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ. നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് ഈ സ്റ്റഡീസ് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓരോ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാകും. സഭയെക്കുറിച്ചല്ല പറയുന്നത്. സഭ മഹോപദ്രവത്തിന് മുമ്പ് തന്നെ എടുക്കപ്പെട്ടു. എന്നിട്ട് 3.5 വർഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാ. ഇസ്രായേൽ ഈ ഭൂമിയിലുണ്ട്. അത് മാത്രമല്ല, സഭ എടുക്കപ്പെട്ടതിന് ശേഷവും ഇവിടെ ആയിരിക്കുന്നവർ വചനം അറിയാവുന്നവർ ഈ ദേശത്തുണ്ട്. 7 വർഷത്തെ കാര്യമാണ്. അപ്പോൾ വചനം കേട്ടവർ പലരും, സഭയോടുകൂടി എടുക്കപ്പെടാത്തവർ പലരും ഈ ഭൂമിയിൽ തള്ളപ്പെട്ടവരുണ്ട്. അവർ കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയത് കൊണ്ട് പെട്ടെന്ന് മാനസാന്തരപ്പെടും. ചിലർ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. ഞങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോയി, പക്ഷെ കർത്താവിന് വേണ്ടി ഞങ്ങൾ മരിക്കും, കഷ്ടത അനുഭവിക്കും, അന്തിക്രിസ്തുവിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കത്തില്ല, അവൻ കൊണ്ടുവരുന്ന മുദ്രകൾ ഞങ്ങൾ ഏൽക്കത്തില്ല, ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്ന വൃതന്മാർ അവിടെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂടെ ഇസ്രായേൽ മുഴുവനുമുണ്ട്. എന്നാൽ ഈ ഇസ്രായേല് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ തങ്ങളുടെ രക്ഷകനിലേക്ക് മടങ്ങി വരും, പ്രത്യേകിച്ച് ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ്. കാരണം ഈ വന്നത്, ഇപ്പോൾ അവരോട് കൂടെ ഇരിക്കുന്നത് അന്തിക്രിസ്തുവാണെന്ന് അറിഞ്ഞ്, അന്തിക്രിസ്തു ആ ഭരണം ആരംഭിക്കുന്ന ആദ്യം സമാധാനത്തോടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചിട്ടുണ്ട്, വചനത്തിൽ നിന്നൊക്കെ എടുത്ത്. അപ്പൊ ഞാൻ ആ ഭാഗത്ത് പോകുന്നില്ല വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ. രണ്ടാമത്തെ പകുതി, മഹോപദ്രവത്തിന്റെ രണ്ടാമത്തെ പകുതിയായ 3.5 വർഷക്കാലമാകുമ്പോൾ അവൻ ക്രൂരനായിത്തീരും. അവന്റെ തനി സ്വഭാവം, പൈശാചിക സ്വഭാവം വെളിയിൽ വരും. അപ്പോഴാണ് ഇസ്രായേൽ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എത്ര വർഷം ശ്രദ്ധിച്ച്, എന്തിനാ ഈ 3.5 വർഷം അവിടെ എഴുതിയേക്കുന്ന നോക്കി. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 6-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 12:6. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവളെ അവിടെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട്. എന്തുവാ ഈ 1260 എന്ന് പറയുന്നത്? 3.5 വർഷം, കറക്റ്റ് 3.5 വർഷം, 3.5 years. എത്ര മാച്ച് ചെയ്യുന്നുണ്ടോ നോക്ക് കറക്റ്റായിട്ട്. താഴേക്ക് വായിക്കുമ്പോൾ, പിന്നെ സ്വർഗത്തിൽ, ഇത് ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗത്തിൽ വേറൊരു സംഭവം നടക്കുക. പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. നമുക്കറിയാൻ പറ്റും, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. ഇത് എവിടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന അറിയാമോ? മുമ്പേ പറഞ്ഞ പോലെ ആദ്യം സംഭവിച്ച ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന് മുമ്പ് സംഭവിച്ചതല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ 1-ാം സർഗം, 2-ാം സർഗം, 3-ാം സർഗം, അങ്ങനെ വിവിധ തലങ്ങളുണ്ട്. അപ്പോൾ 3-ാം സ്വർഗത്തിലാണ് ദൈവം ഇരിക്കുന്നത്. 3-ാം സ്വർഗത്തിൽ നിന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിന് മുമ്പിലുള്ള ആ സംഭവം ഞാൻ പറഞ്ഞത്. 3-ൽ-1 കൊണ്ട് അവൻ താഴേക്ക് പോകുന്നെന്ന് പറഞ്ഞത് ഭൂമിയിലേക്കല്ല വീണത്, അവൻ 1-ാം സ്വർഗത്തിലേക്കാണ് വീണത്. അവനിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് വാഴ്ചകളും അധികാരങ്ങളെ കുറിച്ചും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ ആകാശത്തിലുണ്ട്. അവന്റെ മണ്ഡലം, അവന്റെ പ്രവർത്തന മണ്ഡലം ഇപ്പോൾ ആകാശത്തിലുണ്ട്. തെളിവ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ, ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വരുമ്പോൾ അവരുടെ കൂടെ പിശാചും അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മനസ്സിലാക്കണമേ. അപ്പൊ ഇപ്പൊ അവൻ അവിടെ തന്നെ ഉണ്ട്. എവിടെ? ഈ ആകാശത്ത്. 3-ാം സ്വർഗത്തിലല്ല, അവൻ അവിടെ നിന്ന് താഴേക്ക് വീണു കഴിഞ്ഞു. അപ്പൊ അവനിപ്പം മുകളിലുണ്ട്. അത് നമുക്കറിയാം. ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ദാനിയേലിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനായിട്ട് ഉത്തരവുമായിട്ട് ദൂതൻ വരുന്ന സമയത്ത് പിശാച് അവനെ തടയുന്നതായിട്ട്, പാഴ്സി പ്രഭു അവനെ തടയുന്നതായിട്ടൊക്കെയുള്ള ഭാഗങ്ങൾ ദൈവവചനത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും മുന്നോട്ട് വന്ന് 6 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് പല കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിശാച് ഈ അന്തരീക്ഷത്തിൽ മുകളിൽ 1-ാമത്തെ ആകാശത്തിൽ അവനുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വായിച്ച വചനഭാഗം, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ച വചനഭാഗത്തിൽ പറയുന്നത്, ഈ 1-ാം ആകാശത്തിൽ നിന്ന് എന്നേക്കുമായി അവനെ ഭൂമിയിലേക്ക് തള്ളിയിടുക. ഈ ഭൂമി അവന്റെ കേന്ദ്രമായിട്ട് തീരുക. ഈ ഭൂമി അവന്റെ വിഹാര കേന്ദ്രമായി തീരുകയാണ്. ഇപ്പോഴവൻ വന്നും പോയി നിൽക്കുന്നത്. അവന്റെ ഡീമൺസ് ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കുക. അവൻ എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവൻ സ്പിരിറ്റ് ബീയിങ് ആണ്. അവൻ ആത്മാവിൽ ജീവിക്കുന്നവനാ.
അവന് ശരീരമില്ലാത്തതുകൊണ്ട് അവൻ എങ്ങനെ പൊക്കോണ്ടിരിക്കാൻ പറ്റും? പക്ഷേ ഇനിയൊരു സംഭവം നടക്കാൻ പോകുന്നു. ഈ മഹോപദ്രവ കാലഘട്ടത്തിന്റെ 3.5 വർഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പിശാചും അവന്റെ ഡീമൺസ് മുഴുവനും ഈ ഭൂമിയിലേക്ക് വന്നിട്ട് വളരെ വലിയ വലിയ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പോവാ. മഹോപദ്രവം കഠിനമാക്കിയാണ് അന്നുള്ള വിശുദ്ധന്മാർ, അതായത് എന്താ പറയുക, ട്രിബുലേഷൻ സെയിൻസ് ഉണ്ടല്ലോ, മഹോപദ്രവത്തിൽ നിന്ന് വിശുദ്ധന്മാരായവർ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അന്ന് നിൽക്കുന്നവരുണ്ട്. അതുമല്ല, പ്രത്യേകിച്ച് ഇസ്രായേൽ യഹൂദന്മാര് ഈ അന്തിക്രിസ്തു പീഡനം ആരംഭിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇത് ഞങ്ങളുടെ മശിഹ ആയിരുന്നില്ല, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്ന്, മിശിഹ വന്നിട്ട് പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. അങ്ങനെ അവരെല്ലാം തിരിഞ്ഞിട്ട് അവർ മിശിഹയ്ക്ക് വേണ്ടി അവർ മാനസാന്തരപ്പെടും. അങ്ങനെ അവർ മരിക്കുവാനായിട്ട് തയ്യാറാകും കർത്താവിന് വേണ്ടി. അപ്പോൾ ഈ പിശാചും അവന്റെ കൂട്ടരും എല്ലാം താഴെയുണ്ട്. അവന്റെ ആധിപത്യം, അവന്റേതായിട്ടുള്ള ക്രൂരത വർദ്ധിപ്പിക്കും, ആധിപത്യം വർദ്ധിപ്പിക്കും. അന്നത്തെ ജനത്തിന്റെ പീഡനം ഭയങ്കരമായിരിക്കും, മഹോപദ്രവമായിരിക്കും. അതുകൊണ്ട് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുപോലെ ഒന്ന് ഇനി ഉണ്ടാകുവാനും പോകുന്നില്ല, അത്രയ്ക്ക് മഹാകഷ്ടമായി തീരുമെന്ന്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവനെ ആകാശത്തിൽ നിന്ന് തള്ളിയിട്ടു. അവിടെ ആ വാക്യം ഒന്നിരുന്ന് വായിച്ചേ. പിന്നെ സ്വർഗത്തിൽ പറഞ്ഞാൽ ഈ ആകാശത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. താഴേക്ക് വന്നു. അടുത്ത വാക്യം നോക്കിയ 10-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. പിന്നെ ഇനി ഒരിക്കലും അവന് ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുവാൻ പറ്റത്തില്ല. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ട അവൻ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന്റെ അടുത്തിൽ പോകുന്നത്. ഇപ്പൊ അവനെ അവിടെ നിന്ന് തള്ളിയിട്ട് കളഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും സഹോദരന്മാർക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം അവന് കഴിയാത്തത് കൊണ്ട് സ്വർഗം മുഴുവനും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അവനെ എന്നേക്കുമായി ഭൂമിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞല്ലോ. ശ്രദ്ധിക്കണമേ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്. കാലഘട്ടമാണ് ഇത്. മഹോപദ്രവത്തിന്റെ അവസാനത്തെ 3.5 വർഷം നടക്കുന്നത്. അപ്പോഴത്തേക്ക് കർത്താവ് വരാറായി. ഇവിടെ പീഡനം വർദ്ധിച്ചു. എല്ലാം നമ്മുടെ മൈൻഡിൽ ആ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് വരുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണെന്ന് അറിയാമോ ഈ ടൈം മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേ. 11-ാമത്തെ വാക്യം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണം പര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. പിശാചിപ്പ് എവിടെയാണ്? പിശാചിപ്പ് ഭൂമിയിലാണ്. എന്നാൽ ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ മക്കൾ, അന്ന് ഞാൻ പറഞ്ഞല്ലോ, മഹോപദ്രവത്തിൽ നിന്ന് രക്ഷ സ്വീകരിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പീഡനം ഏറ്റുകൊണ്ട് മരണം വരിച്ചുകൊണ്ട് പിശാചിനെതിരെ നിൽക്കുന്ന ഒരു ജനമുണ്ട് അന്ന് ഇവിടെ. ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ രക്ഷയാണ് നടക്കുന്നത്. ഇസ്രായേലിൽ നിന്നുണ്ടാകും. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ എഴുതിയിരിക്കുന്നു, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായി അവർ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിനെക്കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 7-ാം അധ്യായത്തിലൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ സിംഹാസനത്തിന്റെ മുമ്പിൽ വെള്ളനിലയെങ്കിൽ ധരിച്ചുകൊണ്ടൊരു ജനം നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നത് നമ്മൾ ആ ഭാഗത്തേക്ക് വായിച്ചു. അത് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. ഇങ്ങനെ മരിച്ചു കടന്നു ചെല്ലുന്ന വിശുദ്ധന്മാരാണ് അവിടെ നിൽക്കുന്നത്, ആ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ അന്നത്തെ ക്ലാസ്സുകൾ ആരെങ്കിലും, if you go back and listen to those things, you will be able to understand what I am speaking now. ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ട് ഇത് കണക്ട് ചെയ്യുവാനായിട്ട് പറ്റും. ഇവിടെ ശ്രദ്ധിച്ച അടുത്ത വാക്യം, 12-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കുവേൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടമെന്ന്. പക്ഷെ ഇപ്പൊ പറയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? പിശാചിപ്പോ ഈ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുക. അവനിങ്ങി താഴെ ഉണ്ട്. ഇപ്പൊ അവനും അവന്റെ ഡീമൺസും മുഴുവനും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായി എഴുതിയിരിക്കുന്നത്. പലപ്പോഴും പല പ്രസംഗകരും പലരും പറയുമ്പോൾ ഇവിടെ നിന്നൊക്കെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇത് മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കി. ഇനി കാരണം എന്താണെന്ന് അറിയാമോ? 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. വെളിപ്പാട് പുസ്തകം 12:13. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആരാ ഈ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ? ഇസ്രായേൽ.
നമ്മൾ ആദ്യം കേട്ടല്ലോ. അപ്പൊ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് പിശാച് കണ്ടിട്ട്, ഇത് ആദ്യം നടന്നതല്ല. ഞാൻ അതാ പറഞ്ഞത്, വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആദ്യം സംഭവിച്ചതല്ല, ഉൽപ്പത്തി പുസ്തകത്തിന് മുമ്പ് സംഭവിച്ച സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ട കഥയല്ല പറയുന്നത്. ഇതിപ്പോൾ പറഞ്ഞ കാര്യമാണ്, മുമ്പേ വായിച്ചതാണ്. ഭൂമിയിലേക്ക് തന്നെ തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. മഹോപദ്രവം വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് അവര് മെസ്സിഹായിലേക്ക് നോക്കി നിലവിളിക്കുകയും കർത്താവ് രണ്ടാമത് വരികയും ചെയ്യുന്നു. ആ ഭാഗത്തിലേക്ക് വന്നിരിക്കുക ഇപ്പൊ നമ്മൾ വരിക അങ്ങോട്ട്. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഇതേ വാക്യം തന്നെയാണ് നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ കണ്ടത്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ എഴുതിയിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. എഴുതിയ ഓർഡറിലാണ്, പക്ഷേ ഈ വചനത്തെ കമ്പയർ ചെയ്ത് ഒന്നിച്ചു ചേർന്നപ്പോൾ മുകളിലും താഴെയൊക്കെ ആയിപ്പോയി. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ ഇവിടെ നോക്കിക്കേ, അവൾക്ക് 2 ചിറക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു അക്ഷരിക ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ വളരെ സ്പീഡിൽ അവൾ അവിടുന്ന് ഓടിപ്പോയി ജീവന് വേണ്ടി. അല്ലെങ്കിൽ ദൈവം അവൾക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് അവളെ അങ്ങോട്ട് കൊണ്ടുപോയി. ആരെ? ഇസ്രായേലിനെ രക്ഷിച്ചു. ദൈവം രക്ഷിച്ചു. തന്റെ ജനത്തെ ദൈവം കൈവിട്ടില്ലെന്ന. ഈ മഹോപദ്രവത്തിന്റെ മധ്യത്തിലും തനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജനത്തെ കർത്താവ് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കാലവും, ശ്രദ്ധിച്ചു നോക്കി, ഒരു കാലവും ഇരുകാലവും അരക്കാലവും എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, the women were given 2 wings of great eagle that she might fly into the wilderness, into her place where she nourished for a time and times and a half time. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ഒരു കാലം ഇരുകാലം അരക്കാലം എന്ന് പറഞ്ഞാൽ 1 + 2 + അര 3.5 വർഷം, 3.5 years. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ, ആദ്യം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു 1260 ദിവസം. അത് തന്നെയാണ് ഈ 42 മാസമാകുന്ന 3.5 വർഷക്കാലം. 3.5 വർഷക്കാലം മഹാപീഡനത്തിൽ നിന്ന് അവസാനത്തെ 3.5 വർഷക്കാലം കർത്താവ് തന്റെ ജനത്തെ മരുഭൂമിയിൽ സൂക്ഷിക്കും. 15-ാമത്തെ വാക്യം നോക്കി, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. അതൊരു വലിയ എക്സ്പ്രഷനാണ്, ഒരു വലിയ ഇൻവേഷനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ കേട്ടല്ലോ, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ള മഹാസർപ്പത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ മഹാസർപ്പത്തിന് പിൻബലമായി നിൽക്കുന്നത് 7 വലിയ രാജ്യങ്ങളാണ്. അധികാരമുള്ള, ലോകത്തിൽ അറിയപ്പെടുന്ന 7 വലിയ രാജ്യങ്ങളാണ് അവന്റെ പിന്നിൽ നിൽക്കുന്നത്. ആ രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇസ്രായേലിനെതിരെ തിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ തന്റെ കോപത്തെ ഇസ്രായേലിന്റെ നേരെ അയക്കുകയാണ്. ആ വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഇൻവേഷനെ കാണിക്കുക, വലിയൊരു മിലിറ്ററി ഓപ്പറേഷനെ കാണിക്കുകയാണ്. ഈ ലോകത്തുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിച്ച് നിന്നുകൊണ്ട് അതിശക്തിയോട് ഇസ്രായേലിനെ തകർക്കാനായിട്ട് പോകുന്ന ഭാഗത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ആ ഭാഗം എഴുതിയിരിക്കുന്നത് 15-ാമത്തെ വാക്യത്തില്. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു, മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. അവിടെ പറയുന്നതിന്റെ അർത്ഥം, ഭൂമി സ്ത്രീക്ക് തുണ നിന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസ്, എർത്തുക്കേക്ക് അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ, അങ്ങനെ മഹാമാരിയൊക്കെ ദൈവം അയച്ചിട്ട് ഈ സ്ത്രീയെ സൂക്ഷിച്ചെന്ന്. അതാ ഭൂമി തുണ നിന്നെന്ന് പറഞ്ഞാൽ. ഈ വലിയ മിലിറ്ററി ഇൻവേഷൻ ഉണ്ടായി. ഈ രാജ്യങ്ങളെല്ലാം പിശാചിന്റെ ആധിപത്യത്തിൽ ഇവർക്കെതിരെ നിന്നു. വലിയ വെള്ളച്ചാട്ടം പോലെ അവരെ ഒഴുക്കിക്കളയുവാനുള്ള ശക്തി ഉണ്ടായി. എന്നാൽ ഭൂമി തുണ നിന്നു പറഞ്ഞാൽ ഭൂമി ഭൗമികമായ നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് ദൈവം ഈ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇസ്രായേലിനെ മരുഭൂമിയിൽ പ്രൊട്ടക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവത്തിനെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേൽ. അപ്പം നമ്മൾ മുമ്പേ ആദ്യം കേട്ടതുപോലെ മറിയയെക്കുറിച്ചല്ല പറയുന്നത്, സഭയെക്കുറിച്ചല്ല പറയുന്നത്, ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ സന്തതി, അതായത് ഈ 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ. അത് മാത്രമല്ല, യേശുവിന്റെ സാക്ഷ്യം പ്രമാണിച്ചവർ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട്, മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ് രക്ഷ അനുഭവിച്ച് മനസ്സാന്തരപ്പെട്ട് അതിനുവേണ്ടി ഒരു വില കൊടുത്തുകൊണ്ട് മൃഗത്തിന്റെ മുദ്രയൊന്നും ഏൽക്കാതെ എതിരെ നിൽക്കുന്ന ആ ജനം, അതാ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി
അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ വീണ്ടും പുറപ്പെട്ടു. അവൻ യുദ്ധം തുടങ്ങി അവിടെ. പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കും, അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. അത് തെറ്റാ അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിലേക്ക് നോക്കിയേ, 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആൻഡ് ഐ സ്റ്റുഡ് അപ്പോൺ ദി സാൻഡ് ഓഫ് ദി സീ. യോഹന്നാൻ പറയുകയാണ്, ഞാൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. അത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത്. അവനെന്നല്ല, ഞാൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. അത് 13-ാമത്തെ വാക്യത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തന്ന കൃപയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. സഹോദരങ്ങളെ, ലോജിക്കായിട്ട് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഈ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം വളരെ കറക്റ്റാണ്. ലോജിക്കായിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇന്റർനെറ്റിലും യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ആ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവവചനവുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കണം. ഹല്ലേലൂയ. ദൈവവചനവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ തെറ്റാകാതിരിക്കൂ. മനുഷ്യനെ ഉത്തേജിപ്പിക്കുവാൻ തക്കവണ്ണം മനുഷ്യർ അവരവരുടെ ബുദ്ധിയിൽ നിന്ന് ഓരോരോ ഫൈൻഡിങ്സും ഓരോരോ ഊഹാപോഹങ്ങളും ഒക്കെ പറയും. അതല്ല, ദൈവത്തിന്റെ തിരുവചനം എന്ത് പറയുന്നു? ഒരു വചനം വേറൊരു വചനവുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ, ഒപ്പോസ് ചെയ്യുന്നുണ്ടോ, എതിരായി നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 13-ാം അധ്യായം പഠിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയം കൂടെ അവിടുത്തെ സന്നിധി ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം അപ്പച്ച. അങ്ങയുടെ കൃപ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. ശ്രേഷ്ഠമേറിയ ദൈവിക പദ്ധതികളെ ഞങ്ങൾക്കൊക്കെ വെളിപ്പെടുത്തി തരുവാൻ അങ്ങേക്ക് തിരുമനസ്സായല്ലോ കർത്താവ്. അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുകയും കർത്താവെ അതിനെ അനുസരിക്കുകയും ഞങ്ങളുടെ പോക്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തുകയും തിരുത്തുകയും അങ്ങയുടെ കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ, 119-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ, കൃത്യമായി ആചരിക്കേണ്ടതിന് നീ നിന്റെ പ്രമാണങ്ങളെ ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ ആചരിക്കുവാനും കർത്താവെ ഞങ്ങൾ അനുസരിക്കുവാനും തക്കവണ്ണമാണ് അങ്ങയുടെ പ്രമാണങ്ങളെ അവിടുന്ന് കൃത്യമായി കൽപ്പിച്ചു തന്നിരിക്കുന്നത്. അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ സഭയെ സൂക്ഷിക്കണമേ. ഇനി തിരുവചനം കേട്ടുകൊണ്ട് സൂമിലായിരുന്ന അങ്ങയുടെ ദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്തയോടെ നിന്ന് അന്ത്യത്തോളം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ അങ്ങ് തന്നിരിക്കുന്ന സമയത്തോളം അങ്ങയ്ക്ക് വേണ്ടി പൊരുതുവാൻ തക്കവണ്ണം, ലോകത്തിനെതിരെ നിൽപ്പാൻ, പാപത്തിനെതിരെ നിൽപ്പാൻ, പിശാചിനെതിരെ നിൽപ്പാൻ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ വിശ്വസ്തയോടെ കാത്ത് അങ്ങയുടെ സന്നിധിയിൽ നിർത്തുവാൻ ഉള്ള ദൈവകൃപയും അഭിഷേകവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ സ്വർഗം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങ് സഹായിച്ചാട്ട് അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. മറ്റുള്ളവരെ ഒരുക്കുവാനുള്ള കൃപയും സ്വർഗീയ ജ്ഞാനവും ദൈവഭയവും താഴ്മയും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ചടിയാൻ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നിടത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം അവരെ സഹായിച്ചാട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന്